السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർ, നമ്മളോട് സഹകരിച്ചിരുന്ന ഒരുപാട് ഉമറാക്കളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്, പക്ഷേ ആ ദുആയ്ക്ക് ഇജാബത്ത് ലഭിക്കും. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, പക്ഷേ കഅബാലയത്തിന്റെ മുന്നിൽ പോയതുകൊണ്ട് ദുആ ചെയ്തിട്ട് പോലും ചില ആൾക്കാരുടെ ദുആ സ്വീകരിക്കാറില്ല. കഅബാലയത്തിന്റെ അടുക്ക പോയിരുന്നു കൊണ്ട് പോലും ദുആ ചെയ്താൽ പോലും ദുആ സ്വീകരിക്കാറില്ല. അല്ലാഹു തആല നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുമ്പോ പള്ളിയുടേതായ ഉള്ളിലിരുന്നു കൊണ്ട് ഒരു സഹാബി ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ യാ വദൂദ്, അല്ലാഹുമ്മ യാ വദൂദ്, യാ റഹ്മാനു യാ റഹീമു യാ അഫൂ യാ റഊഫ് യാ സത്താർ യാ വഹാബ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പേരുകൾ പറഞ്ഞിട്ട് അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കുമ്പോ ആ സഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സഹാബാ, നിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്, നിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. സഹാബത്ത് അവിടുന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അവിടുന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി നബിയേ, അവിടുന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത റാഹത്തായി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അത് പറയുന്ന സമയത്ത് സഹാബത്തിന് വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത സന്തോഷമായി. സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, നിന്റെ ദുആ സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുന്ന, നബിയെ, അറിയില്ല നബിയേ. യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് വല്ലവനും ദുആ ചെയ്താൽ, ഇസ്മുൽ അഅ്ലം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ് എന്ന് ആദരവായ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന അല്ലാഹുവേ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ, അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരുടെ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ മുന്നിലേക്ക് അതാ മുഅ്മിനീങ്ങൾ വന്നുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, ഒരു തുള്ളി മഴവെള്ളം പോലുമില്ലല്ലോ, ഞങ്ങളുടെ പറമ്പ് മുഴുവനും അതാ കരിഞ്ഞുണങ്ങി പോയിരിക്കുകയാണ്, ഞങ്ങളുടെ മൃഗങ്ങൾ മുഴുവനും കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ഉസ്താദൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവേ,
മഹാനായ റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ അവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുക, നിങ്ങളുടെ നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുക, ചെറിയ മക്കളടക്കം കൊണ്ടുവരണേ. അതാ മൃഗങ്ങളെ അടക്കം കൊണ്ടുവരികയാണ്, കൊച്ചുമക്കളടക്കം കൊണ്ടുവരികയാണ്. അവിടുന്ന് സ്റ്റേജ് കെട്ടിയിട്ട് ദുആ ചെയ്യുമ്പോ അവിടുന്ന് മഹാനവറുകളുടെ ദുആ ചെയ്യുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് അല്ലാഹുവിന്റെ പേര് ഉച്ചരിച്ചു കൊണ്ടങ്ങോട്ട് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവേ ആ സമയത്തതാ മഴ പെയ്യുകയാണ്. ഒരു ദിവസം ഇതേപോലെ ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. ജനങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി. അതാ സ്റ്റേജ് അഴിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രവർത്തകന്മാര് കടന്നു വരുന്ന സമയത്ത് ഉസ്താദേ എല്ലാവരും പോയല്ലോ, ഉസ്താദിന് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോ അതാ അവിടുന്ന് പറയുകയാണ്, ഈ അഹമ്മദ് അല്ലാഹുവിനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അഹമ്മദ് ഒരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാതെ കണ്ട് എനിക്കെങ്ങനെ പോകാൻ കഴിയുന്നു, എനിക്കെങ്ങനെ പോകാൻ കഴിയുമെന്ന് മഹാനവറുകളെന്ന് പറയുമ്പോ അല്ലാഹുവേ അവിടുന്നതാ വാനലോകത്തുന്നതാ മഴ വർഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പേര് ചിരിച്ചുകൊണ്ട് ദുആ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു തആല ഉടനടി ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് 99 പേരുകളുണ്ടല്ലോ. അർ-റഹ്മാനുർ റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസ്, സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറു, അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു. അല്ലാഹുവിന്റെ 99 പേരങ്ങോട്ട് പറഞ്ഞിട്ട് ദുആ ചെയ്തോ, അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുന്നതാണ് എന്ന് ആദരവായ ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലതുപോലെ ഈ ഇസ്മങ്ങോട്ട് ചൊല്ലിയിട്ട് ദുആ ചെയ്തു, അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ ദുആകളൊക്കെ അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ അഖിലകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരോടൊപ്പം നാൾ അല്ലാഹുവിന്റെ അനുഗ്രഹീതമാകുന്ന സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.